രണ്ടുപേരും നമ്മളോടൊപ്പം ഇന്നിവിടെ ഈ സ്റ്റേജിലുണ്ട്. ഒരു അടിപൊളി സലൂൺ അല്ലേ, ലാക്മേ സലൂൺ. നമ്മുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഒഫീഷ്യൽ ബ്രാൻഡ്സിൽ ഒന്നാണ് ലാക്മേ സലൂണിന്റെ പനമ്പള്ളി നഗറിലെ ഇനാഗുറേഷന് വേണ്ടിയിട്ടാണ് ഇന്ന് ദിൽഷ പ്രസന്നനും അതുപോലെ തന്നെ മസ്താനിയും നമ്മളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത്. നമുക്ക് ഇവരോട് ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ചോദിക്കണം. നമുക്ക് ഒരിക്കലും അങ്ങനെ ചോദിക്കാതെ ഇവരെ കൊണ്ട് രണ്ട് വാക്ക് പറയിപ്പിക്കാതെ ഇവിടുന്ന് വിടാൻ പറ്റില്ല. സോ ലെറ്റ്സ് ആസ്ക് ദം ഇന്ന് ഇവിടെ ഈ സലൂണിന്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. ഹായ്, ആക്ച്വലി ലാക്മേ സലൂൺ എന്ന് പറയുമ്പോൾ തന്നെ ഈ ബ്രാൻഡ് നെയിം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഞാനൊക്കെ ഒരുപാട് മുന്നേ നമ്മൾ ഒരു പാർലർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ഫസ്റ്റ് നെയിമാണ് ലാക്മേ സലൂൺ എന്ന് പറയുന്നത്. സോ അതിൻ്റെ പനമ്പള്ളി നഗറിലെ ഷോറൂമിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ദിൽഷ. ആൻഡ് വാട്ട് അബൌട്ട് യു മസ്താനി, ഹൗ ഡു യു ഫീൽ ടുഡേ? ഒരുപാട് സന്തോഷം ഇതിൻ്റെ ഇനോഗ്രേഷന്, ലാക്മേ സലൂണിൻ്റെ ഇനോഗ്രേഷന് ഇൻവൈറ്റ് ചെയ്തതിന്, അതും ദിലുവിൻ്റെ കൂടെ. ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയതിലൊക്കെ. അപ്പം ഇനിയും ഒരുപാട് ഫ്രാഞ്ചൈസീസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഫൈൻ, താങ്ക് യു. ഇവർ രണ്ടുപേരും ഇവരുടെ ഡിഷസ് എല്ലാം നമുക്ക് വേണ്ടി നേർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ലാക്മേ സലൂണിന് വേണ്ടി. അതിൽ ദിൽഷ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു കാര്യമാണ് ഈ ബ്രാൻഡ് നെയിം എന്നുള്ളത്. അതാണ് നമ്മൾ ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് പയനിയറിംഗ് ബ്രാൻഡ്സ് ഇൻ ഇന്ത്യയാണ് ലാക്മേ എന്നുള്ളത്. സോ നിങ്ങൾ രണ്ടുപേരെയും ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെ എല്ലാവർക്കും അറിയാം. അബൌട്ട് ദിൽഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ഫസ്റ്റ് ലേഡി വിന്നർ അല്ലേ, ബിഗ് ബോസിൻ്റെ വിന്നറാണ്. പിന്നെ മസ്താനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫേമസ് ആയ ഒരു വൈൽഡ് കാർഡ് എൻട്രിയാണ് ബിഗ് ബോസിലെ മസ്താനി. യെസ്, ഫൈൻ. അപ്പോൾ രണ്ടുപേരോടും ഇതുപോലെ തന്നെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ, ബിഗ് ബോസിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാം പുറത്തിരുന്ന് ഇങ്ങനെ ടെലിവിഷനിൽ കൂടെ കാണുന്നതേ ഉള്ളൂ ബിഗ് ബോസ് എന്നുള്ളൊരു ഹൗസിനുള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതിനപ്പുറം ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. നിങ്ങളവിടെ അതിനുള്ളിലുണ്ടായിരുന്നവരാണ്, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത്. ചെറിയൊരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം കുറച്ച് മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഇതൊരു റിയാലിറ്റി ഷോ ആണ്, നമ്മളെല്ലാം എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരെയും പോലെ ഞാനും പോയത്. ഞാൻ ആക്ച്വലി ഒരുപാട് എൻജോയ് ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ കൂടെ ടാസ്കിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഞാൻ പറഞ്ഞ ഒരു വലിയ റിയാലിറ്റി ഷോ ആണ്. 100 days ആ ഹൗസിൽ നിൽക്കുക എന്ന് പറയുന്നതും ഒരു ബിഗ് ടാസ്ക്കാണ്. അപ്പം അതിലും ഫസ്റ്റ് ലേഡി വിന്നർ ആവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ദിൽഷ, എങ്ങനെയായിരുന്നു ബിഗ് ബോസിലെ ബിഗ് ബോസിലെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു മസ്താനി? എൻ്റെ എക്സ്പീരിയൻസ് വളരെ ഫേമസ് ആണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പാർട്ട് ഓഫ് ദ ഗെയിം നമ്മൾ പല സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്, പക്ഷെ എല്ലാ സ്ട്രാറ്റജീസും വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പം ഇനി പോകുന്ന ആൾക്കാരെ നോക്കി കണ്ടൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോകണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ആൻഡ് റീ എൻട്രിക്ക് ശേഷം ഇപ്പോൾ കംപ്ലീറ്റ്ലി നോക്കുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇപ്പോൾ ഉണ്ടായ ഹെയ്റ്റൊക്കെ മാറി ഇപ്പം ഭയങ്കര സ്നേഹം കാണുമ്പോൾ എൻ്റെ ഒരു പേടിയൊന്നും കൊല്ലാനാണോ എന്നൊക്കെ. പക്ഷേ ഓരോ നല്ല എക്സ്പീരിയൻസാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും ബിഗ് ബോസിൽ പോകണം. അത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്, എല്ലാവരും പോകണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും ബിഗ് ബോസിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആവാൻ ശ്രമിക്കാം അല്ലേ? നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻ ഹൗസ് എക്സ്പീരിയൻസ് എന്നൊക്കെ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നു മസ്താനി. ഓക്കെ, ഫൈൻ. നമുക്ക് എന്നാൽ ഡയറക്റ്റ്ലി നമ്മുടെ ലാക്മേ സലൂൺ പനമ്പള്ളി നഗറിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് കിടക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഹിയർ ഓൺ ദി സ്റ്റേജ്. ലാക്മേ സലൂൺ പനമ്പള്ളി നഗറിൻ്റെ ഇനാഗുറേഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ലാക്മേ സലൂണിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യമുണ്ട്. ആൻഡ് ഇപ്പോൾ ലാക്മേ സലൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ടും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്ന് പറഞ്ഞാൽ ഹെയർ ആൻഡ് സ്കിൻ സർവീസസ് ആണ്. അതിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന കൊറിയൻ സ്പാ, കൊറിയൻ ഹെയർ സ്പാ, കൊറിയൻ ഫേഷ്യൽസ്, ഇതെല്ലാം ഇൻക്ലൂഡിംഗ് ആണ് എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെ ഇവിടെയുള്ള നിവാസികളെ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഹൈലി ട്രെയിൻഡ് പ്രൊഫഷണൽ സ്റ്റാഫ്സ് ആണ്. ഇവിടെ നിന്നും സർവീസസ് എടുക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും സ്പിൻ വീൽ കൂടി അവൈലബിൾ ആണ്.
സ്പിൻ ദ വീൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള